ഒരു തേൻ ശേഖരിക്കലിൻ്റെ വീഡിയോ ആണ് ഇത്. ഇന്ന് രാജാക്കാട് NRCTയിലെ പ്രിയപ്പെട്ട ജിജി വള്ളാട്ടിൻ്റെ കൃഷിയിടത്തിലുള്ള തേൻ ശേഖരണത്തിനായി വന്നതാണ്. എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടിയാണ് ഞാനിന്ന് ഈ വീഡിയോ പകർത്തിയിട്ടുള്ളത്. അത്രമാത്രം രസകരമായിരുന്നു. കാരണം ഇത്തരത്തിലുള്ളൊരു കൃഷി വിളവെടുപ്പിന് ഇതുവരെയും പോയിട്ടില്ല. അതുകൊണ്ട് ഏറെ രസകരം തന്നെയാണെന്ന് എനിക്ക് തോന്നി. കാരണം അത്ര സുരക്ഷിതയോടുകൂടി നിറയെ തേനീച്ചകൾ ചുറ്റുവട്ടത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് വിളവെടുപ്പ് നടത്തുന്ന ജിജി ചേട്ടൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉള്ളത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എടുത്തു കഴിഞ്ഞ് തേൻ്റെ ആട്ടുകളാണ് ഉള്ളത്. അപ്പോൾ അതിലെല്ലാം പറഞ്ഞ പോലെ പുഴുവും മുട്ടകളും കാര്യങ്ങളും ഉള്ളത്. ഈ കാണുന്ന ഈച്ചയുടെ മുട്ടയാണ്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ കൂട് ഇനി രണ്ടാമത് പോകാണ്ടിരിക്കാൻ വേണ്ടി ഇതൊരു കമ്പി കോർത്തിട്ട് തിരിച്ച് ആ കൂട്ടിലേക്ക് തന്നെ വെച്ച് പഴയ ഇരുന്ന സ്ഥാനത്തേക്ക് തന്നെ ഈച്ചയുടെ കൂടെ എടുത്ത് വെക്കുക. വേണമെങ്കിൽ ഇവർക്ക് പോകാണ്ട് ഇത് വേറെ തേനെല്ലാം സെറ്റ് ചെയ്യാൻ ഹണിക്കോമ്പ് എല്ലാം മിച്ചമുണ്ട്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഈച്ച ഇവിടെ തന്നെ ഇരുന്നോളൂ അല്ലേ? പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇത്രയും തേൻ എടുത്തോണ്ട് ചിലപ്പോൾ അത് പറന്ന് വേറെ സെറ്റ് കയറി വേറെ കൂട്ടിലേക്ക് പോകും. അതെടുത്ത് വയ്ക്കുവാണല്ലേ? നിറയെ ഈച്ചയുണ്ട് അതിൻ്റെ ഉള്ളിൽ. കമ്പിലിങ്ങനെ പുറത്താണ് വെക്കുന്നത് നിലവിൽ. ഇത് നമ്മൾ ഈച്ച പറന്നു പോയി നമ്മൾ എടുത്ത മുട്ട നമ്മൾ കമ്പി കോർത്ത് നമ്മൾ ഈ കൂടിനകത്ത് ഇറക്കി വെക്കുവാണ്. ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഈച്ച ബാക്കി സൈഡിലേക്ക് പിടിപ്പിച്ചോളും താഴെ പോവാണ്. ഓ അങ്ങനെ അല്ലേ? അപ്പൊ ഈച്ച പറന്നു പോയിരിക്കും. മുട്ട ഉള്ളതുകൊണ്ട് പറന്നു പോയിരിക്കും. ണ്ടെങ്കിൽ നമുക്ക് ആ ഇത് കൂട്ട് എന്ന് വെച്ചാൽ ഊരി എടുത്ത് കഴിഞ്ഞ് മുട്ട ഉണ്ടെങ്കിൽ തിരിച്ചു വെക്കാം. നമ്മളിപ്പോൾ അടർത്തി എടുത്തോണ്ട് തിരിച്ചു വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കോലി കോർത്തിട്ട് തിരിച്ച് അതിനകത്തേക്ക് തിരിച്ചു വയ്ക്കുന്നു അല്ലേ? പക്ഷെ പോകുന്നില്ലെന്നുണ്ടെങ്കിൽ ഈച്ച മെഴുകി വെച്ചത് ഫുള്ള് ഫില്ല് ചെയ്ത് ശരിയാക്കിക്കോളും. ഒത്തിരി നാളുകളായിട്ടുണ്ടോ നിലവിൽ നമുക്ക് തേൻ കൃഷിയുണ്ടോ നിലവിൽ? ഉണ്ട്. നമുക്കിപ്പോൾ 8-10 വർഷമായിട്ടുണ്ട്. ഉണ്ടല്ലേ? വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ഇത് പറന്നു പോവാതെ പോയ മുട്ട അല്ലേ? മുട്ടയുള്ള മുട്ട ഇങ്ങനെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇവർ വീണ്ടും പറന്നു പോകാതിരിക്കും. തേൻ കൂട്ടിക്കോളും അല്ലേ? ഇതിപ്പോൾ നമ്മൾ ആദ്യം വെച്ച് കൊടുത്തിട്ട് എത്ര നാൾ കൊണ്ട് ഇപ്പോൾ നമ്മൾ ശരിക്കും തേൻ എടുത്തത്? ഒരു വർഷം കൊണ്ടാവും അല്ലേ? വർഷത്തിലൊന്ന്. ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ ഈ വെച്ച സാധനം പലകളിൽ പിടിപ്പിച്ചോളും. പശയായിട്ട് വലുതായിക്കോളും അല്ലേ? ഈച്ച പോകത്തില്ല. നമ്മൾ ഇരുന്നിടത്തേക്ക് തന്നെ അങ്ങ് വെച്ചാൽ മതി. പോയിട്ട് വരുമ്പോൾ ആ പൊസിഷൻ തന്നെ കൂടെ അവിടെ തന്നെ ഇരുന്നോളൂ അല്ലേ? നിറയെ ഈച്ചയാണ്. മേൽഭാഗം മൂടി കൊടുക്കുമല്ലേ? അത് വെച്ച് മുട്ടി അതുപോലെ തന്നെ വയ്ക്കും. പിടിപ്പിച്ചോളൂ അല്ലേ? എനിക്കും ശരിക്കും ആദ്യ അനുഭവമാണ് നിലവിൽ. കാരണം ദൂരെ നിന്ന് മാത്രം കണ്ടിട്ടുള്ളെങ്കിൽ പോലും ഇതുള്ള സുരക്ഷാ സംവിധാനങ്ങളോട് കൂടി ഇങ്ങനെ വീഡിയോ പകർത്താൻ കഴിഞ്ഞത് വലിയ സന്തോഷം തന്നെയാണ്.